ഗോകുലുണ്ട് അർജുൻ്റെ വീട്ടിൽ നിന്നും. ഗോകുൽ, ഇപ്പോൾ നിലവിലത്തെ കുടുംബാംഗങ്ങളുടെ അവസ്ഥ എന്താണ്? ഔദ്യോഗികപരമായി എന്തെങ്കിലും കാര്യങ്ങൾ കുടുംബാംഗങ്ങൾ പുറത്ത് പറയുന്നുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ കൂടി. ഈ 12-ാം ദിവസത്തിലേക്ക് ഇത്തരത്തിലുള്ള ദൗത്യം നീളുമ്പോൾ അവർ ആശങ്കയിലും അവരുടെ ആത്മവിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലെ കുടുംബം പ്രതികരിക്കാൻ തയ്യാറാവുന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ ശക്തമായ രീതിയിലുള്ള സൈബർ ആക്രമണം, അവർ പറയാത്ത കാര്യങ്ങളൊക്കെ വലിച്ചൊളിച്ചുകൊണ്ടൊക്കെ ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് അവർ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. ആദ്യഘട്ടങ്ങളിൽ അവരുടെ പ്രതീക്ഷയും അവരുടെ ആഗ്രഹങ്ങളും അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കൂടി പങ്കുവെക്കുകയും അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് എന്നാൽ ഒരു ദിവസം അമ്മ നടത്തിയ പ്രതികരണം വളച്ചൊടിച്ച് സോഷ്യൽ മീഡിയകളിൽ വളരെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്ന് ഇത്തരം ഈ ഒരു സാഹചര്യം, ദുഷ്കരമായ സാഹചര്യത്തിൽ കൂടി അവർ പോകുമ്പോഴും, അതായത് മകനെയും ഭർത്താവിനെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടി ആ കുടുംബം പോകുമ്പോഴും അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നത് അത്യന്തം ഖേദകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ പിന്നീട് വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അമ്മയുടെ പ്രതികരണം വന്നതിന് ശേഷം പിന്നീട് ഒരു ദിവസം മാത്രമാണ് ആ വീട്ടിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചത്. അതേസമയം തന്നെ നമ്മൾ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ അവർ അവരുടെ ആശങ്കകളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ തയ്യാറാവുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവർ ഈ സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നല്ല, എന്താണ് അവിടെ നടക്കുന്നത് എന്നതിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും തങ്ങളുടെ മകനെ അല്ലെങ്കിൽ അർജുനെ ഒന്ന് കാണണമെന്ന അവസാനത്തെ ആഗ്രഹം അവരെല്ലാ സംസാരത്തിലും, ഏത് സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോഴായാലും പങ്കുവെക്കുന്നുണ്ട്. അർജുന്റെ സഹോദരി അഞ്ജുവുമായിട്ടാണ് നമ്മൾ കൂടുതൽ സംസാരിക്കാറ്. അഞ്ജു തന്നെയാണ് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും അല്ലെങ്കിൽ കൂടുതലായിട്ടും വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ നൽകിയ പിന്തുണയ്ക്കൊക്കെ എല്ലാ സമയത്തും അഞ്ജു നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ ഒരു കടമയാണ്, ഉത്തരവാദിത്തമാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മളിപ്പോൾ ഈ പരിസരത്ത് നിന്നുകൊണ്ട് ലൈവ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നത്. കാരണം രാവിലെ വരുന്നു, അവരുമായി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടോ, ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും പെടുത്തേണ്ടതുണ്ടോ, കുടുംബത്തിന് എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായിട്ട് നമ്മൾ അവരോട് ചോദിക്കുക. അപ്പോൾ ആ സാഹചര്യങ്ങളൊന്നും അവരൊന്നും പറയാനില്ല, ഉണ്ടെങ്കിൽ പിന്നീട് എല്ലാ മാധ്യമങ്ങളെയും ഒരുമിച്ച് വിളിച്ച് പറയാം എന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല. രക്ഷാദൗത്യം ഏത് രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളതാണ് അവരെ പ്രധാനമായും ആശയക്കുഴപ്പത്തിലാക്കുന്നത്, ആശങ്കയിലാക്കുന്നത്, അല്ലെങ്കിൽ അവരെ വിഷമത്തിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് അവർ പൂർണ്ണ തൃപ്തരാണ്. അവിടെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട്, ബോധ്യമുണ്ട്, അടിയൊഴുക്കിനെ പറ്റി നല്ല ധാരണയുണ്ട്. സിറ്റ്സ് നോട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ 1 മണിക്കൂർ 10 കിലോമീറ്റർ വേഗതയിൽ ഒരു നദി ഒഴുകുമ്പോൾ അതിൻ്റെ അടിയിൽ അകപ്പെട്ടിട്ടുള്ള ഒരു ട്രക്കിനെ പുറത്തെടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രശ്നം, അതിനുണ്ടാകുന്ന സാങ്കേതിക തടസ്സങ്ങളെ കുറിച്ചൊക്കെ അവർ പൂർണ്ണ ബോധ്യവാന്മാരാണ്. ആ ഒഴുക്കൊന്ന് കുറയട്ടെ, അതിനുള്ളിൽ ഇറങ്ങിയിട്ട് ഡൈവ് ചെയ്ത് പരിശോധിക്കാനുള്ള ഒരു സാഹചര്യം അവിടെയുള്ള സേനകൾക്ക് ഉണ്ടാവാനുള്ള ഒരു പ്രാർത്ഥനയിലാണ് കുടുംബം എന്നുള്ളതാണ് കാര്യം. കാരണം ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു, അതിൽ തെർമൽ സ്കാനിങ്ങിൽ അതിൽ അർജുൻ ഇല്ല എന്ന് പറയുമ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്യാബിനുള്ളിൽ ചളികളൊക്കെ നിറഞ്ഞ അർജുനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമാണെങ്കിലും എന്നൊരു ആശങ്ക കുടുംബം പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവിടുത്തെ പുഴയിൽ ഒഴുക്ക് കുറഞ്ഞ് ഡൈവേഴ്സിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ സാഹചര്യം ഉണ്ടാവട്ടെ എന്നൊരു ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അർജുൻ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണമെന്നൊരാഗ്രഹം അവർ പങ്കുവെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അർജുന്റെ സഹോദരൻ ജിതിൻ ഷിരൂരിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ജീവന് വേണ്ടി അല്ലെങ്കിൽ അർജുന് വേണ്ടിയിട്ട് മറ്റൊരു ജീവൻ കളയാൻ തയ്യാറല്ല. മീൻസ് അദ്ദേഹം ഷിരൂരിൽ നിന്ന് ജിതിൻ അവിടുത്തെ സാഹചര്യം നേരിട്ട് ബോധ്യമാകുന്നു. ജിതിൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അർജുന്റെ കുടുംബത്തെ നേരിട്ട് അറിയിക്കുന്നു. ജിതിൻ പറഞ്ഞതിൽ നിന്ന് അവിടുത്തെ രക്ഷാദൗത്യത്തിന്റെ പ്രൊസീജിയേഴ്സ്, ക്രമീകരണങ്ങളൊക്കെ ഇവർ കുടുംബങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിതിൻ പറഞ്ഞതിന് സമാനമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. എങ്കിലും അവർ അവസാനമായിട്ട് അർജുനെ ഒന്ന് കാണണമെന്ന ആഗ്രഹം എല്ലായ്പ്പോഴും പങ്കുവെക്കുന്നു. ആ രീതിയിലുള്ള ഒരു ദൗത്യം അല്ലെങ്കിൽ ആ രീതിയിലുള്ള അവസാനത്തിലേക്ക് ഈ 12-ാമത്തെ ദിവസത്തെ ദൗത്യം അവസാനിക്കട്ടെ അല്ലെങ്കിൽ ആ രീതിയിൽ ഇന്നത്തെ ദിവസം മുന്നോട്ടേക്ക് പോവട്ടെ എന്നൊരാഗ്രഹം അവരുടെ ഭാഗത്തു നിന്ന് പങ്കുവെക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ശരി ഗോകുൽ. കൂടുതലൊന്നും നമുക്ക് ഗോകുലിനോട് അവിടെ നിന്ന് ചോദിക്കാനും കഴിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ആ കുടുംബത്തിനെ ചേർത്ത് പിടിച്ച് കൂടെ നിന്ന് ധൈര്യം നൽകാമെന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുക. ഏതായാലും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ വാർത്തകളും ജനം TV നൽകിക്കൊണ്ടേയിരിക്കും.